അതുപോലും പറഞ്ഞില്ല. ഫെലിക്സ് ആണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മുടെ കൂടെയുള്ളത്. ഫെലിക്സ്, ശരിക്കും ആ ദൃശ്യം കാണുമ്പോൾ തന്നെ പേടി തോന്നും. എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ആ പോലീസുകാരന്റെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും അങ്ങനെ എവിടെയോ കൃത്യമായിട്ടുള്ള രീതിയിലൊക്കെ പിടുത്തം കിട്ടിയത് കൊണ്ടും ആയിരിക്കും അയാൾ രക്ഷപ്പെട്ടത്. ഇതിപ്പോൾ സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ചാടിക്കേറിയതാണോ അതോ വാതിൽക്കൽ നിന്നപ്പോൾ ഇങ്ങനെ താഴെ വീണതാണോ? എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും പൂജ, ഇതൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ പറയാൻ കഴിയും. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ സംഭവം നടന്നത്. അതായത് കായംകുളത്ത് നിന്നും ട്രെയിനിൽ കയറിയ ഒരു വ്യക്തിയാണ്. കണ്ണൂർ എത്തിയ സമയത്ത് ഒരാവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങി പോർബന്ദർ വരെ പോകുന്ന ട്രെയിനാണ്. എന്നാൽ ഇദ്ദേഹം സാധനം വാങ്ങി എത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ വിട്ടു. അങ്ങനെ ഓടി ചാടി ട്രെയിനിൽ കയറിയതാണ്. ആ സമയത്താണ് കാൽ തെറ്റി കാല് വഴുതി താഴേക്ക് വീണത്. വീണ സമയത്ത് ഈ യാത്രക്കാരന് ഈ ചവിട്ടുപടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ യാത്രക്കാരൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൂടി ഈ രക്ഷപ്പെടലിന് പ്രധാനമാണ്. കാരണം അദ്ദേഹം കൈ ഈ ചവിട്ടുപടിയിൽ പിടിച്ചുറച്ചു നിന്നു. അങ്ങനെയാണ് തൂങ്ങി ഈ വാഹനത്തോടൊപ്പം ഈ ട്രെയിനൊപ്പം ഇയാളും മുന്നോട്ട് പോയത്. ആ സമയത്ത് അവിടെ കേരള റെയിൽവേ പോലീസിൻ്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഓടിയെത്തി ഇയാളെ അവിടെ നിന്നും പിടിച്ച് കയറ്റുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ആ കൈയൊന്ന് വിട്ടുപോയാൽ തീർച്ചയായിട്ടും ഈ ട്രെയിനിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ ഈ പറയുന്ന യാത്രക്കാരൻ അവിടെ പിടിച്ചു നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പിടിച്ചു നിന്നാൽ പോരാ, പുറത്തേക്ക് എത്തിക്കണം. അതിനവിടെ ആ സമയത്ത് ഇത്തരത്തിൽ റെയിൽവേ പോലീസുകാരുണ്ടായിരുന്നു. അവർ ഓടിയെത്താൻ ഒരു സന്നദ്ധത അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. എത്രയും പെട്ടെന്ന് ഇയാളെ പുറത്തേക്ക് എടുക്കാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്. ഏതായാലും നേരത്തെ നമുക്കറിയാം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ പലപ്പോഴായി കാണുന്നതാണ്. ഏതായാലും അതുപോലൊരു സംഭവമാണ്. പക്ഷേ അത്ഭുതകരമായി യാത്രക്കാരൻ രക്ഷപ്പെടാൻ സാധിച്ചു എന്നതാണ് അത് വലിയ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. തീർച്ചയായും അത്ഭുതകരമായുള്ള രക്ഷപ്പെടൽ എന്ന് തന്നെ പറയാം. അത്രത്തോളം ആശ്വാസമുണ്ട്. വലിയ അപകടം അത്രത്തോളം ഭീകരമായതൊന്നും ഇല്ല എന്നുള്ള കാര്യത്തിൽ ആശ്വസിക്കാം. ശരി ഫെലിക്സ്, എന്തായാലും ഈ ട്രെയിൻ യാത്രയൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അത് ആവർത്തിക്കുന്നതാണ്. ട്രെയിൻ യാത്ര അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലൊക്കെ മാക്സിമം ചാടിക്കയറാതിരിക്കാൻ നോക്കുക. ഈ വാതിൽ നിന്നൊക്കെയുള്ള യാത്ര പലപ്പോഴും ഒഴിവാക്കുക. അതൊക്കെ ശ്രദ്ധിക്കണം. ശരി.